നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒത്തിരി ശക്തിയുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രം വന്നിട്ട് പണസംബന്ധമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 വരി മന്ത്രമാണ്. ഇത് ഉച്ചരിക്കാനായിട്ട് പെർട്ടിക്കുലറായിട്ട് ഒരു ഡേ എന്നൊന്നില്ല. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. ശക്തിയാർന്ന ഒത്തിരി പവർഫുള്ളായ ഒരു വെൽത്ത് അട്രാക്റ്റിംഗ് മന്ത്ര എന്ന് ഈ മന്ത്രത്തിനെ നമുക്ക് പറയാവുന്നതാണ്. ഈ മന്ത്രത്തെ ഒരാൾ നല്ല മനസ്സോടുകൂടി ലളിതാംബികാ ദേവിയെ പ്രാർത്ഥിച്ച് ചൊല്ലിയാൽ നിശ്ചയമായും അവർക്കുണ്ടാകുന്ന പണപ്രശ്നം, പണത്തിൻ്റെ മുട്ട് എന്നിവ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. എന്താണ് ആ മന്ത്രം എന്ന് വെച്ചാൽ ഓൾറെഡി നിറയെ പേർക്ക് ഈ മന്ത്രം അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. ഇതൊരു 3 വരി മന്ത്രമാണ്. മന്ത്രം ഇതാണ്: ലളിതം ശ്രീധരം ലളിതം ഭാസ്കരം ലളിതം സുദർശനം. ഇതാണ് ആ 3 വരി മന്ത്രം. ലളിതം എന്നാരംഭിക്കുന്ന നിറയെ മന്ത്രങ്ങളുണ്ട്. ബട്ട് ഈ 3 വരികൾ വന്നിട്ട് നമ്മുടെ പണപ്രശ്നം തീർത്ത് വയ്ക്കുന്നതിനുള്ളത്, നമ്മുടെ കടം തീർക്കുന്നതിനുള്ളത്, ഈട് വയ്ക്കാതെ കടം വാങ്ങാതെ നമുക്ക് സമ്പത്ത് പ്രദാനം ചെയ്യുന്നതാണ് ഈ 3 വരി മന്ത്രം. ഇത് നിങ്ങൾ എപ്പോൾ ചെല്ലണമെന്ന് കേട്ടാൽ അതിന് പ്രത്യേകിച്ച് സമയമോ ദിവസമോ ഒന്നുമില്ല. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. മഹാലക്ഷ്മി ദേവിക്ക് വേണ്ടി ഈ മന്ത്രം ചൊല്ലാം. സോ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടാനാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നത്. ലളിത മീൻസ് അഴക്, ബ്യൂട്ടി. ഈ ലളിത കൂടെ അതായത് എം അങ്ങനെ ചേർക്കുമ്പോൾ അത് ലളിതമെന്നാകും. ഈ എം നമ്മൾ ചേർക്കുമ്പോൾ അത് നമ്മുടെ വലത് സൈഡ്, അതായത് ശരീരത്തിൻ്റെ വലത് സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് അഫക്റ്റ് ആവും. റൈറ്റ് സൈഡ് ആക്ടിവേറ്റ് ആകും എന്ന് പറയാവുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കിയാൽ 3/4 ബീജമന്ത്രങ്ങളും അങ്ങനെയല്ലേ അവസാനിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് നോക്കിയാൽ എം എന്ന് അവസാനിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഓം, ശ്രീം, ക്രീം, ക്ലീം, സൗം എല്ലാമേ വന്നിട്ട് ഇമ്മിലാണ് അവസാനിക്കുന്നത്. ഈ ബീജമന്ത്രങ്ങൾ എല്ലാമേ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വലത് സൈഡിനെ വന്നിട്ട് റൈറ്റ് സൈഡിനെ ആക്ടിവേറ്റ് ചെയ്ത് അതുമൂലം നമുക്കിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അതിൽ നിന്ന് നമ്മളെ വെളിയിൽ വരാനായിട്ട് സഹായിക്കും. ഈ 3 വരി മന്ത്രം, അതായത് ലളിതം ശ്രീധരം ലളിതം ഭാസ്കരം ലളിതം സുദർശനം. ഈ മന്ത്രം നമുക്കിരിക്കുന്ന തടസ്സങ്ങൾ എല്ലാമേ മാറ്റി, എല്ലാം നീക്കി, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിൽ നമുക്കിരുന്ന പ്രശ്നങ്ങളും കൂടെ എല്ലാം നമ്മളെ വിട്ട് പോകുന്ന മാതിരിയാക്കി, നമ്മളെ പുത്തനാക്കി, നമുക്കിരിക്കുന്ന മണി ബ്ലോക്കേജ് അത് എല്ലാത്തെയും നീക്കി ഏത് തരത്തിലുള്ള തടസ്സവുമില്ലാതെ നമ്മുടെ കയ്യിൽ പണം വന്ന് ചേരാനായിട്ട് ഈ 3 വരി മന്ത്രങ്ങൾ നമുക്ക് ഉതവുന്നതാണ്. അതിനാൽ ഈ മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും ശുദ്ധബദ്ധമായിട്ട് ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല, പുലവാലായ്മയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല.
ഇതൊന്നുമില്ലാതെ നിങ്ങൾ ശുദ്ധപത്തമായിട്ടിരിക്കുമ്പോൾ എപ്പോൾ വേണേലും ഏത് സമയത്ത് വേണേലും ഈ 3 വരി മന്ത്രം നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഈ മന്ത്രം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പൂജാറയിൽ ഒരു ദീപം കത്തിക്കുക. എന്നിട്ട് അതിന് കീഴിലായിട്ട് ഇരിക്കാനായിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ വേണം ഇരിക്കാനായിട്ട്, വെറും തറയിൽ ഇരിക്കരുത്. എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ബലം വന്നു ചേരും. കാരണം ഈ മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ചക്രങ്ങളെല്ലാം ഉണരും, മീൻസ് ആക്ടിവേറ്റ് ആവും. മൂലാധാരം എന്ന് പറയുകയല്ലേ, അതെല്ലാം 7 ചക്രങ്ങൾ ഇരിക്കുന്നില്ലേ നമുക്ക്, അതെല്ലാം വന്നിട്ട് എന്താ പറയുക, അതെല്ലാം വന്ന് ആക്ടിവേറ്റ് ആകും. അതിലൂടെ നമ്മുടെ മനസ്സ് തെളിവാകും, ഒരു ധൈര്യം കിട്ടും നമ്മുടെ മനസ്സിന്. ഏത് തരത്തിലുള്ള ഭയമോ ശങ്കയോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. ഒരു പതട്ടമോ തോൽവിയോ നമുക്ക് നമ്മുടെ അടുക്കാത്ത രീതിക്ക് ഒരു എനർജി നമുക്ക് വന്നു ചേരും. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഉച്ചരിച്ച് നോക്കിയാലും മതി, നിങ്ങൾക്ക് തന്നെ ഫലം വന്ന് നിങ്ങൾക്ക് നേരിട്ടത് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. ഒരു ചില പേർ പറയും, ഞാൻ ഈ മന്ത്രം ഉച്ചരിച്ചിട്ടേ ഇല്ല, ഞാനിത് കേട്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ ഈ മന്ത്രം നിങ്ങൾ ശുദ്ധപത്തമായിരിക്കുന്നെങ്കിൽ ഉച്ചരിച്ചോളുക. 108 തവണ ഉച്ചരിക്കുക. കാരണം ഈ മന്ത്രം വന്നിട്ട് കുറഞ്ഞത് 108 തവണ ഉച്ചരിക്കേണ്ടതാണ്. പിന്നെ വേറൊന്നുണ്ട്, അതിന് സമയമില്ല, സിറ്റുവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ അത് 9 തവണയോ 27 തവണയോ 58 തവണയോ കുറയാതെ ഉച്ചരിക്കുക. സോ ഇത് എല്ലാവരും ചെയ്ത് നോക്കിക്കോളുക. പിന്നെ ഇന്നും വന്നിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ പണത്തിനുള്ള മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത് നമ്മൾ ചൊല്ലിയതിന് ശേഷം നെല്ലിക്കയുണ്ടല്ലോ, അത് ഒന്നെടുത്തോളുക. മഹാലക്ഷ്മി ദേവിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് നെല്ലിക്ക. കനകധാരാ സ്തോത്രം ഉണ്ടായതേ, അതിന് കാരണമായതേ നെല്ലിക്ക എന്നതാണ് ഐതിഹ്യം. എപ്പോഴെല്ലാം നിങ്ങൾ പണസംബന്ധപ്പെട്ട മന്ത്രം ഉച്ചരിക്കുന്നുവോ അത് ഉച്ചരിച്ചതിന് ശേഷം നെല്ലിക്ക പകുതിയെങ്കിലും നിങ്ങൾ കഴിക്കുക. അപ്പോൾ മന്ത്രത്തിൻ്റെ ബലം കൂടും, പവർ വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. once again റിപ്പീറ്റ് ചെയ്യാം. പണസംബന്ധപ്പെട്ട വിഷയത്തിനാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത്. ആദ്യം പൂജയറയിൽ ഒരു വിളക്ക് തെളിയിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിലത്തിരിക്കുക. നിലത്ത് ഷീറ്റ് വിരിച്ചിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം കുറഞ്ഞത് 9 തവണ ചൊല്ലിക്കോളുക. ലളിതം ശ്രീധരം ലളിതം ഭാസ്കരം ലളിതം സുദർശനം. ശേഷം നിങ്ങൾ ഒരു നെല്ലിക്കയുടെ പകുതിയെങ്കിലും കഴിച്ചോളുക. ഇത്രയേ ഉള്ളൂ. സോ ആർക്കെല്ലാം സിറ്റുവേഷൻ ഇരിക്കുന്നുവോ അവരെല്ലാം ഈ മന്ത്രം ചൊല്ലിയിട്ട് ഒരു നെല്ലിക്ക കഴിക്കുക എന്നത് ഒത്തിരി നല്ലത്. ഡൗട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അത് മാത്രമല്ല ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.